ഹലോ എവ്രി വൺ. ഇന്ന് ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പൂക്കളൊക്കെ എൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം. അപ്പോൾ രാവിലെ തന്നെ മറ്റേ ഏത്തപ്പഴം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ വെജിറ്റബിൾസും നാളികേരവും എല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു പണി നമ്മുടെ കറികളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചു. സാമ്പാറിന് വറുക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ കായവും ഉലുവയും മുളകും മല്ലിയും ഒക്കെ ഇട്ട് വറുക്കുകയാണ് നമ്മുടെ പാലക്കാടൻ സാമ്പാർ. പിന്നെ അത് കഴിഞ്ഞ് നാളികേരവും ചേർത്ത് അതും കൂടെ വറുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്കിത് കൂളായ ശേഷം അരച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തക്കാളി ആഡ് ചെയ്തു. കുമ്പളങ്ങയും വഴുതനങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്യാബേജ് ഉപ്പേരിക്ക് കടുക് പൊട്ടിച്ചു. നമ്മുടെ കടലപ്പരിപ്പിട്ടു. പിന്നെ വറ്റൽമുളക്, കരിവേപ്പില, സവാള, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴന്ന് വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ക്യാബേജിൻ്റെ പണി ഇതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഗുണം ആയി നമ്മൾ വെജിറ്റബിൾസൊക്കെ പ്രീവിയസ് ഡേ കട്ട് ചെയ്തത് കാരണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ സാമ്പാറിൻ്റെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവിച്ചിട്ട് വെച്ചു. അപ്പോൾ ഇനി പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ഞാൻ സാമ്പാറിനും എരിശ്ശേരിക്കും രണ്ടിനും കൂടിയിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ആഡ് ചെയ്ത ശേഷം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. പുളി ഒരു ലേശം കൂടി തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒരു 4-5 മിനിറ്റ് വീണ്ടും ബോയിൽ ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ സാമ്പാറിൻ്റെ പണി റെഡിയായി. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. നാളികേരം, കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാബേജ് തോരൻ ഏകദേശം വെന്തൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നാളികേരവും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി റെഡിയായത് വെക്കുകയാണ്. അവിയലിന് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞത് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം. ഇവിടെ മത്തൻ എരിശ്ശേരി മത്തൻ ഒരുവിധം വെന്ത് വന്നു. അപ്പോൾ ബാക്കി എടുത്ത പരിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മത്തനും പരിപ്പും കൂടെ ഒന്ന് വേവട്ടെ. ഇനിയിപ്പോൾ പയറും വേവിക്കാൻ വെക്കുകയാണ്. മത്തൻ എരിശ്ശേരിക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നാളികേരമായിട്ട് ഒന്നും കൂടെ യോജിച്ച് വരണം. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ എരിശ്ശേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ബീട്രൂട്ട് പച്ചടിക്ക് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ എരിശ്ശേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അവിയലിന് നാളികേരം, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി തൈരും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചു. പിന്നെ കരിവേപ്പിലും ചേർത്തൊന്ന് അരച്ചെടുത്തു. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരപ്പിൻ്റെ കൂടെ തന്നെയാണ് തൈരും ചേർത്ത് അരയ്ക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവിയലിൻ്റെ എല്ലാ വെജിറ്റബിൾസും വെന്ത് കിട്ടിയിട്ടുണ്ട്. പാകത്തിനിപ്പോൾ നമുക്ക് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം, വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് മോരുകറി ഉണ്ടാക്കാൻ വെള്ളരിക്ക, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളകും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്ന് തുടങ്ങുന്നുണ്ട്. പച്ചടിക്ക് നാളികേരവും ജീരകവും മുളകും ചേർത്ത് അരച്ചു. പിന്നെ തൈരും കടുകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറട്ടെ. ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓലൻ വെക്കാനായിട്ട് മത്തനും പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മോര് കറിക്ക് നാളികേരവും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തത് നന്നായിട്ട് നമ്മൾ അരയ്ക്കാൻ പോവാണ്. അരച്ചെടുത്തതാണ് കൊണ്ടുവന്നത്. കഷ്ണം വെന്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി കൂട്ടുകറിക്ക് കായും ചേനയും എടുത്തിട്ടുണ്ട്, കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിക്കാം നമുക്ക്. ഇവിടെ ഓലൻ്റെ മത്തൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പയർ വേവിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പയർ വേവിച്ചതാണ് നമ്മുടെ വെള്ളപ്പയർ. അപ്പോൾ നമ്മുടെ മത്തനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരപ്പാൽ ഞാൻ ചേർക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഓലനാണ്. അപ്പോഴത്തേനും മറ്റേ കൂട്ടുകറിക്കൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി, പെപ്പർ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ആഡ് ചെയ്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടല കൂട്ടുകറിക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. പാലടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാലട നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഓലനിപ്പോൾ പയറും ചേർത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കരിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓലനും റെഡി. എല്ലാം തേങ്ങ കൊണ്ടുള്ള കറി ആയതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കാത്തത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മത്തൻ ഓലൻ റെഡിയായി. ഇപ്പോൾ നമ്മുടെ അട ഒന്ന് വേവിച്ചെടുക്കണം. പാലട ഉണ്ടാക്കാനായിട്ട് അതിന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി എല്ലാ കൂട്ടാനും കടുക് താളിക്കണം. ഇപ്പോൾ സാമ്പാറിനാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പാറിന് കടുക് താളിച്ച് കൊടുക്കുകയാണ്. എല്ലാ കൂട്ടാനും റെഡിയാണല്ലോ. ഇനി നമുക്ക് താളിച്ചിടുകയേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ സാമ്പാർ റെഡിയായി. ഇനി അടുത്ത വറവ് നമുക്ക് എടുക്കാം. അത് എരിശ്ശേരിക്കാണ് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ എരിശ്ശേരിക്ക് അതും റെഡിയായി. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വയ്ക്കാം. അട നമ്മുടെ അവിടെ വെള്ളത്തിലിങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. എരിശ്ശേരി റെഡിയായി. ഇനി അടുത്ത താളിപ്പ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കാണ്. അപ്പോൾ അങ്ങനെ പച്ചടിക്കും താളിപ്പിട്ട് കഴിഞ്ഞു. ഇനി മോര് കറിക്കാണ് ചെയ്യേണ്ടത്. മോര് കറിക്ക് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോര് കറിക്ക് സാധാരണ ഉലുവ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉലുവയും ആഡ് ചെയ്ത ശേഷം മോര് കറിക്കുള്ള സീസണിങ് അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടുകറിക്കാണ്. കൂട്ടുകറി ഇവിടെ കഷ്ണങ്ങളും കടലയും എല്ലാം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മോര് കറിയാണ്. അപ്പോൾ ഇതും അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം നമ്മൾ ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചേർത്ത് അരച്ച് പെപ്പർ പൗഡറും ഒക്കെ ചേർത്ത് ഒന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്തതാണ്. 2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇനി കൂട്ടുകറിക്ക് വറവിടാൻ കടുകൊക്കെ പൊട്ടിയ ശേഷം നാളികേരം ഇട്ടിട്ട് ഒന്ന് ചുവക്കനെ വറുത്തെടുക്കണം. വേവിച്ച അട സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കാച്ചാനായിട്ട് വെക്കണം. നന്നായിട്ട് തിളപ്പിക്കണം. നമ്മുടെ കൂട്ടുകറിയുടെയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസവും അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം പാല് നന്നായിട്ട് വറ്റിയും വരണം. കൂട്ടുകറി വറവിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ പാലും നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ അട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടയും പാലും കൂടിയിട്ട് ഇത് അട ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ പാലും അടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അതിനിടയ്ക്ക് പപ്പടവും കാച്ചുന്നുണ്ട്. ഇപ്പോൾ പപ്പടമാണ് ലാസ്റ്റ്. ഇഞ്ചിപ്പുളിയും മാങ്ങാക്കറിയും ഇന്നലെ ഉണ്ടാക്കിയല്ലോ. ഇനി നമുക്ക് പഞ്ചസാരയും ആഡ് ചെയ്യാം. കുറച്ച് നേരം നന്നായിട്ട് ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. പായസവും റെഡിയായി. അപ്പോൾ ഇലയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യ ഫാമിലി ആയിട്ടിരുന്ന് കഴിച്ചു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.